പാലക്കാട് ഉദ്ഘാടനത്തിന് ശേഷം കൊല്ലത്തെ തിരക്ക് എങ്ങനെയുണ്ടായിരുന്നു? പാലക്കാട് ശേഷം കൊല്ലത്ത് എനിക്ക് അത്ര ടെൻഷൻ ഉണ്ടായിരുന്നില്ല. കാരണം പാലക്കാട് എനിക്ക് ഒരു പരിചയമില്ലാത്തൊരു സ്ഥലമായതുകൊണ്ടാണ്. കൊല്ലം പിന്നെ കൊല്ലത്തിന്റെ മെയിൻ ആണ് നമ്മുടെ കൂടെ ഉള്ളതുകൊണ്ട് ചെറിയ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ആരെങ്കിലൊക്കെ വരും എന്നുള്ളത്. സ്വന്തം നാട്ടിലൊരു ഉദ്ഘാടനം എന്ത് ഗസ്റ്റ് ആയിട്ട് വിളിച്ചതിൽ അഭിമാനമുണ്ട്. കാരണം നമ്മുടെ നാട്ടിലാണല്ലോ, നമ്മൾ പണ്ട് കൊച്ചിലേക്ക് നടക്കാൻ നേരം നമ്മൾ ഒരിക്കലും ഒരു സ്ഥാപനത്തിലും ഒരു ഗസ്റ്റ് ആയിട്ട് വിളിക്കുമെന്നൊന്നും, പ്രത്യേകിച്ച് നമ്മുടെ സ്വന്തം നാട്ടിൽ വിളിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷയല്ല. അപ്പൊ ഇങ്ങനെ വിളിക്കുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഇറങ്ങിയ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് ഇപ്പൊ കിട്ടുന്ന ഈ അംഗീകാരം വളരെ വലുതാണ്. സോ വളരെ സന്തോഷം. ഞാൻ വീഡിയോസ് കണ്ടു. എനിക്ക് പോകാൻ പറ്റില്ല. എനിക്ക് ഇന്നലെ കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു. ഒരു ഷൂട്ടും പരിപാടികളായിട്ട് ഞാൻ നാട്ടിലുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് ഓട്ടത്തിലായിരുന്നു. പിന്നെ വൈകുന്നേരമാണ് ഞാൻ അവിടെ എത്താൻ പറ്റിയത്. പക്ഷെ അപ്പോഴേക്കും മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു. നല്ല കാര്യം, അടിച്ചു പൊളിക്കട്ടെ. അല്ല, നമുക്ക് നമ്മുടെ കൂടെ ഇഷ്ടപ്പെട്ട് സ്നേഹിച്ച് നിന്നവരെ നേരിട്ട് കാണാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബേസിക്കലി അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. കാരണം അതിനൊരു എഫേർട്ട് എടുത്ത് വലിയ പരിപാടിയൊന്നും അല്ലെങ്കിലും എല്ലാവരും കൂടി ഒന്ന് ഒരു ഗ്യാദർ ചെയ്ത് ഇഷ്ടമുള്ള ഒരുപാട് പേര് ജോയിൻ ചെയ്ത് നിൽക്കുന്നത് ഭയങ്കര എപ്പോഴും സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റുന്ന ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ ആ ഒരു ഭാഗ്യം ജാസ്മിൻ ലഭിച്ചതിൽ എനിക്ക് സന്തോഷം. ഒരാൾക്കും ഒരു മറുപടി ആയിട്ട് ഒന്നുമല്ല നിൽക്കുന്നത്. നമുക്ക് ആദ്യമേ ഉണ്ടായിരുന്ന ഇമോഷൻസും ഫീലിങ്സും എല്ലാം ജെനുവൻ ആണ്. അത് അങ്ങനെ തന്നെ മുമ്പോട്ട് പോകുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല. ലൈക്ക് ആരെയും കാണിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആരെയും കാണിച്ചത് മാറ്റി ചെയ്യിപ്പിക്കാൻ വേണ്ടിയോ പ്രത്യേകിച്ച് ഒരാളെ അഭിപ്രായങ്ങൾ മാറ്റാൻ വേണ്ടിയോ ഒന്നുമല്ല ചെയ്യുന്നത്. ഞങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു ഹൗസിന്റെ അകത്തും. അത് നിങ്ങളിലേക്ക് എത്രത്തോളം എത്തിയിട്ടുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാനും എപ്പിസോഡൊന്നും പ്രോപ്പറായിട്ട് കണ്ടിട്ടില്ല. പിന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. അതിൽ കൂടുതൽ നെഗറ്റീവാണ് കണ്ടിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷെ നമ്മൾ ഹൗസിന്റെ അകത്ത് ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇണക്കങ്ങളും ഒരു ഹ്യൂമൻ ബേസിക് ആയിട്ടുള്ള എല്ലാ ഇമോഷൻസും നോർമലി പോകുന്നൊരു ഇത് തന്നെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ച് ആരോടുള്ള മറുപടി എന്നൊന്നുമില്ല. മറുപടി കൊടുക്കാൻ ഇപ്പൊ ഞാനാരാ? ഇല്ല, നമ്മൾ ആർക്കും ഉള്ള മറുപടി ആയിട്ട് അല്ലെങ്കിൽ ആർക്കും ഉള്ള ഒരു എന്താ പറയാ, നമ്മളെ ഇതിങ്ങനെ പറയണമെന്നുള്ള രീതിയിലൊന്നും ഇല്ല. ഞങ്ങൾക്ക് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള സ്നേഹം ജെന്യുവൻ ആണ്. അത് എല്ലാ കാലവും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നീ ആഗ്രഹിക്കുന്നു. അത്രേ ഉള്ളൂ. പിന്നെ ദൈവം. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. അങ്ങനെ ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. എൻ്റെ കരിയർ സിനിമ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം സിനിമ തന്നെയാണ്. അപ്പോൾ അടുത്ത എൻഡ് ഓഫ് ദി ഡേ നല്ലൊരു പ്രോജക്റ്റ് ജാസ്മിൻ വെച്ച് വരാണെങ്കിൽ കുറച്ച് പണിയുണ്ട്. പക്ഷെ എന്നാലും ഓക്കെയാണ്. പിന്നെ ഇന്ന് ഇവിടെ വന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാനും ഒരു നല്ല നോക്കി നടക്കായിരുന്നു. കാരണം ബിഗ് ബോസിൽ ഞാൻ വന്നതിന് ശേഷം നമ്മുടെ അങ്ങനെ സ്കിന്നൊക്കെ കുറച്ച് ടോട്ടലി പ്രശ്നത്തിലായിരുന്നു. അവിടുത്തെ ലെവലും പിന്നെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഒക്കെ കാരണം അപ്പൊ ഞാനും ഇവിടെ കുറച്ച് ട്രീറ്റ്മെന്റ് ഒക്കെ എടുത്തിട്ട് വേണം പോകാന്ന് വിചാരിച്ചിട്ടായിരിക്കുന്നത്. പിന്നെ പറഞ്ഞു ഭയങ്കര അഫോർഡബിൾ റേറ്റ്സ് ആണെന്ന് പറഞ്ഞു. ആക്ച്വലി അത് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ചുറ്റുമുള്ള ഇന്റീരിയർ സെറ്റപ്പ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ബേസിക്കലി വെരി പ്രീമിയം, ഭയങ്കര പ്രീമിയം ആയിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയുള്ള ഡോക്ടേഴ്സ് ആണെങ്കിലും നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ബേസിക്കലി അങ്ങനത്തെ ഡോക്ടേഴ്സിനെ വെച്ച് ഇത്ര നല്ലൊരു നിരക്ക് ഇങ്ങനെ അഫോർഡബിൾ റേറ്റ്സിന് കൊടുക്കുക എന്ന് പറയുന്നത് കൊല്ലത്തിന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ പറയുള്ളൂ. അപ്പോ അത് ഇങ്ങനെ തന്നെ ഒരു സ്ഥാപനത്തിന്റെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. താങ്ക് യു സോ മച്ച്. ഇതൊക്കെ തന്നെ പറയുന്നു. അപ്പൊ ശരി, താങ്ക് യു. ഞാൻ ഇവിടെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കര അഫോർഡബിൾ റേറ്റിനാണ് ഈ പരിപാടികളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അതിൽ ഭയങ്കര അഭിമാനമുണ്ട് കേട്ടോ. നമുക്ക് ഭയങ്കര ഭാഗ്യം കൂടാണ്. കൊല്ലത്ത് അടുത്താണല്ലോ. നമുക്ക് എന്തൊരു ആവശ്യം ഉണ്ടെങ്കിലും ഇപ്പൊ സാധാരണക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പൊ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും നമുക്ക് ഒരു സെറ്റിങ്ങിന് തന്നെ നല്ല അത്യാവശ്യം എമൗണ്ട് ആവുന്നതാണ്. 30,000 രൂപയ്ക്ക് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. നമ്മുടെ ഒരു ഭാഗ്യമാണ്. വുഡിങ് സ്കിൻ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരുടെയും കോൺഫിഡൻസിനെ ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. നമ്മളുടെ അതായത് പിന്നെ ബോഡി പോസിറ്റീവ് വേ ആണ് ഞാൻ പറയുന്നത്. ആക്ച്വലി അപ്പിയറൻസിൽ ആളുകൾക്ക് നോർമലി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതൊരു സർവീസ് ആണ്. അപ്പോൾ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോർമലി ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളവരാണെങ്കിലും അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രീമിയം ആളുകളാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെന്റുകൾ കൂടുതൽ എടുത്ത് കണ്ടിട്ടുള്ളത്. ഇനിയിപ്പോൾ അഫോർഡബിൾ റേറ്റ്സിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ആക്സസിബിലിറ്റി കിട്ടുന്ന സമയത്ത് ദാറ്റ്സ് എ റിയലി ഗുഡ് തിങ്. അങ്ങനെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ ആൽഫ ഹീൽ സ്കിൻ ആൻഡ് ഹെയർ ക്ലിനിക്.